നമ്മുടെ താരം എന്ന് പറയുന്നത് മോമോസാണ് ട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചെറുതാക്കി എരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഇടിയൻ ചക്കയാണ് നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ചിക്കൻ യൂസ് ചെയ്യുന്നതിന് പകരമാണ് നമ്മളിപ്പോൾ ഇടിയൻ ചക്ക. അപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ഒരു മോമോസ് ട്ടോ. കറക്റ്റ് ചിക്കൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതും വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴും. എന്നിട്ട് നമ്മൾ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം മൈദ കുഴച്ച് ഒരു ഉരിയുടെ വലുപ്പത്തിൽ നമ്മൾ പരത്തിയെടുക്കാം. അതിലേക്ക് ഈ ഫില്ലിങ് ചേർത്തിട്ട് ഫോർക്ക് വെച്ച് അതൊന്ന് അടച്ച് വെക്കുക കേട്ടോ. ഇനി നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഫ്രൈഡ് മോമോസാണ് ആക്കണേ. ഇത് സ്റ്റീം ചെയ്തിട്ടായാലും കഴിക്കാം. അപ്പോൾ നമ്മളിവിടെ സൺഫ്ലവർ ഓയിലിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിവിടെ ചില്ലി മോമോസാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ചട്ടി ചൂടാക്കുമ്പോൾ അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിൽ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. അതിലേക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് സോയാ സോസ്, ടൊമാറ്റോ സോസ് ഇത്തിരി അധികം തന്നെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, പുളിപ്പും മധുരം എല്ലാം കൂടി ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മോമോസും കൂടി ആഡ് ചെയ്ത് നന്നായി സോട്ട് ചെയ്തെടുക്കുക. നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. ചില്ലി മോമോസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. റബിയാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോസൊക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.